ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുക. ദാറ്റ് മീൻസ് ഷൈൻ ലൈക്ക് ദ സ്റ്റാർസ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2:15. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2:15 കയറിയാണ്. അവരുടെ ഇടയിൽ ജീവൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് ക്രിസ്തുവിൻ്റെ നാളിൽ എനിക്ക് പ്രശംസ ഉണ്ടാകും. ഇവിടെ പൗലോസ് വളരെ ഭംഗിയായിട്ട് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് എഴുതിയിരിക്കുന്നത്, ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്തിരിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം എനിക്ക് എൻ്റെ വചനം എനിക്ക് കിട്ടിയ ഈ വെളിച്ചം നിങ്ങൾക്ക് പകർന്നു തരണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. അതായത് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് നഷ്ടപ്പെടാൻ പ്രയാസമാണ്. പക്ഷേ രക്ഷ ഉദാസീനമായിട്ടാണ് ലഭിച്ചതെങ്കിൽ നാശമായി മാറും. അതുകൊണ്ട് രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പറയുമ്പോൾ കണ്ടിന്യൂസ്ലി നീഡ് ടു ഫീഡ് ഓൺ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കാനുള്ള പ്രബോധനമാണ്. നമ്മൾ ആത്മാവിൽ ദൈവത്തോട് എന്നും പവർ സോഴ്സ് നമ്മളിൽ ഇല്ല എങ്കിൽ നമ്മൾ മറ്റുള്ളവരെക്കാട്ടി മോശമായി മാറും. അതുകൊണ്ട് പൗലോസിന് നിർബന്ധമാണ്, ഞാൻ അടുത്തിരുന്നാലും ഇല്ലേലും ഞാൻ അയച്ച വചനങ്ങളും ലേഖനങ്ങളും ഒക്കെ വായിച്ചിട്ട് നിങ്ങൾ ഈ രക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കണം. അത് വർക്കൗട്ട്. രക്ഷിക്കപ്പെട്ടു എങ്കിലും അത് കഴിഞ്ഞിട്ട് റിവാർഡ്സ് കിട്ടാൻ കിടപ്പുണ്ട്. ദൈവത്തിൽ നിന്ന് നമുക്ക് ദൈവവുമായിട്ട് എന്നും ബന്ധമായിട്ടിരിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം വളരെ നമ്മൾ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറയുമ്പം നമ്മുടെ തന്നെയല്ല, മറ്റുള്ളവരുടെ രക്ഷയ്ക്കും വേണ്ടി നമ്മൾ പ്രവർത്തിക്കാൻ കടപ്പെട്ടവരാണ്. ഞാൻ രക്ഷിക്കപ്പെട്ടു, അതുകൊണ്ട് പണ്ടൊക്കെ അങ്ങനെയാണ്. നമ്മൾ ഈ ദൈവത്തിൻ്റെ സത്യങ്ങൾ അറിഞ്ഞിട്ടുള്ളവർ ആത്മീയ കോളത്തിൽ ജലസി ഉണ്ടാവും. അപ്പം ഞാൻ അനുഭവിക്കുന്ന നന്മ മറ്റുള്ളവർക്കും കിട്ടണ്ട എന്ന് വിചാരിച്ച് പറയാതിരിക്കുന്നവരും ഉണ്ട്, അങ്ങനെയുള്ളവരും ഉണ്ട്. അപ്പോൾ നമ്മൾ ഓർക്കണം, നമ്മൾക്ക് കിട്ടുന്ന ഈ ആത്മീയ വെളിച്ചം പകർന്നു കൊടുക്കണമെങ്കിലും ദൈവത്തിൻ്റേതായിട്ടുള്ള സാക്രിഫിഷ്യൽ അഗാപ്പെ ലവ് വരണം. ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് മാത്രമേ അത് ചെയ്യാനൊക്കത്തുള്ളൂ. കാരണം പൗലോസ് അടുത്ത വാക്യത, ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവള്ളം ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. ഏതെങ്കിലും ഒരു നന്മ ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും, അല്ല മറ്റുള്ളവർക്കൊരു സഹായം ചെയ്യണമെങ്കിൽ പോലും, മറ്റുള്ളവർ രക്ഷിക്കപ്പെടണമെന്ന് ചിന്തിക്കണമെങ്കിൽ പോലും ആ ഇച്ഛ ദൈവമാണ് ഇട്ട് തരുന്നത്. അപ്പോൾ നമുക്ക് ക്രെഡിറ്റ് പറയാൻ ഈ മനുഷ്യ ശരീരത്തിലൊന്നുമില്ല. സത്യത്തിൽ അത് ദൈവം അങ്ങനെ അല്ല സൃഷ്ടിച്ചത്. പാപം ചെയ്ത് പാപത്തിന് അടിമയായതിനാൽ പിന്നെ ആദത്തിനും ഹവ്വായ്ക്കും ഉണ്ടായ മക്കളെല്ലാം പാപത്തിൻ്റെ അടിമകളായി മാറി. നമ്മൾ ജഡത്തിൻ്റെ മക്കളായി മാറിപ്പോയതുകൊണ്ടാണ് ഈ ജഡീക ശക്തിക്ക് നമുക്ക് ഇത്ര ശക്തി വരുന്നത്. അല്ലെ ആത്മാവിൻ്റെ മക്കളായിട്ട് നിൽക്കായിരുന്നു ഇതൊന്നും ഇല്ല. അതെല്ലാം ദൈവം സൃഷ്ടിച്ചപ്പോൾ അത് ഉദ്ദേശിച്ചെങ്കിൽ അത് നടന്നില്ല. പിന്നെ അതുകൊണ്ടാണ് പുത്രൻ തമ്പുരാൻ കടന്നു വന്നത്. അപ്പോൾ എന്തെങ്കിലും നന്മ ചെയ്യണമെങ്കിൽ ദൈവം ആഗ്രഹിട്ട് തരണം. ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളം ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ദൈവമാണ് നന്മ ചെയ്യിപ്പിക്കുന്നത്. അതിനിപ്പോൾ ഞാൻ ഓർക്കുന്നത്, സിമ്പിളായിട്ട് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പറയാൻ ഒക്കുന്നത്. എൻ്റെ അമ്മ മരിക്കുന്നതിന് അല്പകാലം മുമ്പ്, അമ്മ മരിച്ചിട്ടിപ്പോൾ 17 കൊല്ലത്തോളായി. അന്ന് ഞാൻ, എൻ്റെ ബ്രദറ്, എൻ്റെ ഇളയ സിസ്റ്റർ, ഞങ്ങൾ 3 പേരും അമ്മയെ നന്നായിട്ട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അമ്മയ്ക്ക്, ഞാനിവിടെ ഇടയ്ക്ക് സൗദിയിലായിരുന്നപ്പോൾ ഞാൻ ഇടയ്ക്ക് വരുമ്പോൾ അമ്മയുടെ കൂടെ നിൽക്കും. അമ്മയ്ക്ക് വേണ്ടതെല്ലാം നോക്കി. ഞങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഓടി വരും. പിന്നെ അമ്മയ്ക്ക് നോക്കാൻ ആളുകളെ ഉണ്ടായിരുന്നു. ഇളയ സിസ്റ്റർ ദുബായിലായിരുന്നു. അവൾ ഇടയ്ക്ക് വരുമ്പോൾ വേണ്ടതെല്ലാം അമ്മയ്ക്ക് ചെയ്ത് വെച്ച് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ ഷീസ് മോർ, ഇളയ സിസ്റ്റർ ആയതുകൊണ്ട് ഇച്ചിരി കൂടെ വേറൊരു സ്നേഹമാണ് അമ്മയ്ക്കുള്ളത്. എന്നോടാണ് പ്രയാസങ്ങളൊക്കെ പറയുന്നത്. ഇളയ ബ്രദർ അമേരിക്കയിലാണ്, വരാനൊക്കത്തില്ല. പക്ഷേ എപ്പോഴും അമ്മയ്ക്ക് ആവശ്യമുള്ള പൈസ അയച്ചു കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ചെയ്തിട്ട് വയസ്സുകാലത്ത് അമ്മയ്ക്ക് ഒന്നിനും കുറവില്ലായിരുന്നു. ബട്ട് വൺ ഡേ ദൈവത്തിൻ്റെ ആത്മാ അമ്മയോട് പ്രാവശ്യം പറഞ്ഞു. അമ്മയോട് ഇങ്ങനെ പറഞ്ഞത്, ഞാൻ നിൻ്റെ മക്കളെ കൊണ്ട് നന്മ ചെയ്യിപ്പിച്ചില്ലേ? വളരെ ശ്രദ്ധിച്ച് കേൾക്കണേ. ഞാൻ നിൻ്റെ മക്കളെ കൊണ്ട് നന്മ ചെയ്യിപ്പിച്ചില്ലേ? അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, ദൈവം ഇങ്ങനെ എന്നോട് പറയുന്നുണ്ടല്ലോ എന്ന്. ഞാനത് കേട്ടപ്പോൾ സത്യത്തിൽ അത് തരിച്ചുപോയി. ശരിയാണ്, നമ്മളൊക്കെ നന്മ ചെയ്യുന്നുണ്ട്. പക്ഷേ കർത്താവ് പറഞ്ഞു, ചെയ്യിപ്പിച്ചവൻ ഞാനാണ്, അല്ലാതെ മക്കളെ കൊടുക്കൊണ്ടൊന്നും അല്ലെന്ന്. ദാറ്റ്സ് എക്സാക്ട്ലി വാട്ട് ഐ എം ട്രൈങ് ടു ടെൽ. ആരെങ്കിലും നിങ്ങൾക്ക് നന്മ ചെയ്തിട്ട് അവരെ ദൈവമായിട്ട് പൂജിച്ചിട്ട് കാര്യമില്ല. നന്ദി വേണം, അവരെ ബഹുമാനിക്കണം. പക്ഷെ അവർ ദൈവമല്ല. ദൈവം അവരോട് പറഞ്ഞതുകൊണ്ട് മാത്രമാണ്
അവർ ചെയ്തതെന്ന് പറയുമ്പം ആ മഹത്വം ദൈവത്തിന്, ഗ്ലോറി. ഒരു നന്മയ്ക്കും നമ്മുടെ ജഡത്തിന് പ്രശംസ വേണ്ട. ഈ ജഡത്തിന് ഇത് ഉൾക്കൊള്ളാൻ കഴിയില്ലെന്നേ. അതുകൊണ്ടാണ് ഇറ്റ് കനോട്ട് കണ്ടെയ്ൻ ഇറ്റ്. നമ്മളറിയാതെ നെഗളത്തിലോട്ട് കയറിപ്പോകും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ ജോൺ ഓസ്റ്റീന് അല്ലെ ജോൺ ആനിസിക്ക് എന്ന് പറഞ്ഞൊരു ആഫ്രിക്കൻ സ്പീക്കറുണ്ട്. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയും 15 ദിവസത്തിനകം ഇടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം വന്നില്ല ഞാൻ ദൈവത്തോട് ചോദിക്കുക എന്നെ മറന്നോന്ന്. പ്രശ്നം വന്നില്ല ദൈവത്തിൻ്റെ ഇടയ്ക്ക് ചെല്ലത്തില്ല, അതാണ് കാര്യം. അല്ലാതെ ദൈവത്തോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല. മനുഷ്യത്വം, മനുഷ്യൻ്റെ ശക്തി വലുത് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് പറയുന്നത് എന്തുവാ? വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്കരും മക്കളും ആകേണ്ടതിന് എല്ലാ പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യും. പിറുപിറുപ്പും വാദവും എല്ലാം എടുത്ത് കള. എന്നിട്ട് അവരുടെ ഇടയിൽ, ഇങ്ങനെയുള്ളവരുടെ ഇടയിൽ നിങ്ങൾ ജീവൻ്റെ വചനം പ്രമാണിക്കണം. അതായത് ഇരുട്ടിൽ ജീവിക്കുന്നവരുടെ നടുക്ക് എൻ്റെ വചനം പറഞ്ഞുകൊണ്ട് നക്ഷത്രങ്ങളെ പോലെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രകാശമായിട്ട് ജീവിക്കണമെന്ന് ദൈവം ആഹ്വാനം. അപ്പം വെളിച്ചത്തിൻ്റെ ശക്തി എത്ര വലുതാണ്! അത് ഈ ഇരുട്ടാണ് ഇടയ്ക്ക് ചുറ്റും. പക്ഷേ ഇവരുടെ നടുവിൽ നിങ്ങൾ ജീവൻ്റെ വചനം പ്രമാണിക്കണം. വചനം കേൾക്കുക തന്നെയല്ല, അത് പ്രമാണിക്കണം. അത് നമ്മുടെ ജീവനാക്കി മാറ്റണം ദിനം പ്രതി. ലോകത്തിൽ എവിടെ സ്വർഗത്തിൽ മരിച്ചിട്ടല്ല, മരിച്ചു കഴിഞ്ഞിട്ട് സ്വർഗത്തിൽ തേജസ്സായിട്ടിരിക്കുന്നതിനല്ല ഇവിടെ പറയുന്നത്. ഭൂമിയിൽ ജ്യോതിസ്സുകളെ പോലെ പ്രകാശിക്കുന്നു. അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് ക്രിസ്തുവിൻ്റെ നാളിൽ എനിക്ക് പ്രശംസയുണ്ടാകും. എവിടെയാണ് പ്രശംസ? ഓൺലി അറ്റ് ദ ടൈം ഓഫ് ഹിസ് കമ്മിങ്. ഒത്തിരി പ്രശംസ ആഗ്രഹിക്കാതിരിക്കാമോ വലിയ കുഴപ്പമില്ല. അത് എനിക്കറിയാവുന്ന ഒരാൾ എപ്പോഴും പറയും എന്തെങ്കിലും നന്മയും പെടും, അത് കൊണ്ടുവന്നല്ലേ നന്ദി. എന്ത് നന്ദി പറയാൻ? ഞാൻ എൻ്റെ കടമയല്ലേ ചെയ്തതെന്ന് പറയുന്നേക്കാം. ദറ്റ്സ് ബ്യൂട്ടിഫുൾ ഇല്ലേ? ഞാൻ ചെയ്യേണ്ടതല്ലേ ചെയ്യും. അങ്ങനെ എല്ലാവർക്കും ആ റെസ്പോൺസിബിലിറ്റി ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്യും. മറ്റുള്ളവരെന്ത് കാണുന്നുള്ളൂ, ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്യും. അതൊരു വലിയൊരു ദൈവീക ശക്തിയാണ് അങ്ങനെ ചെയ്യാനൊക്കുന്നത്. എനിക്ക് അവരുടെ നിന്നൊരു പ്രതിഫലം ഇച്ഛിക്കാതെ ഞാൻ ചെയ്തു. ഞാൻ അതിനകത്തൊരു ചിന്ത എൻ്റെ മനസ്സിൽ വരുന്നത്, ദൈവത്തിൻ്റെ സ്വഭാവം മാറ്റാനൊക്കത്തില്ല. ഹീ ഈസ് ഓൾ ലവ്. അവൻ നമ്മളെ അങ്ങേയറ്റം അങ്ങ് സ്നേഹിക്കുക. ഇതിൽ കൂടുതൽ സ്നേഹിക്കാൻ ഒക്കത്തില്ല. അതുപോലെ സ്നേഹിച്ചു. വെദർ യു ആർ ഗുഡ് ഓർ ബാഡ്, ഹി ലവ്സ് യു. നമ്മുടെ പാപത്തെ വെറുക്കുന്നുണ്ട്, പക്ഷെ നമ്മളെ സ്നേഹിക്കുകയാണ്. അതുകൊണ്ട് കൂടുതൽ സ്നേഹം കിട്ടാൻ വേണ്ടി ഒന്നും ചെയ്യണ്ട. ബിക്കോസ് ഹി ഹാസ് ഓൾറെഡി ഷവേർഡ് us വിത്ത് ഓൾ ഹിസ് ബ്ലെസ്സിങ്. പക്ഷെ നമുക്ക് അനുഗ്രഹങ്ങൾ, നമ്മൾ മൂലം മറ്റുള്ളവർക്ക് അനുഗ്രഹം ഉണ്ടാകാൻ, കർത്താവിൻ്റെ തേജസ്, കർത്താവിൻ്റെ കിരീടങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ദൈവത്തിന് മുമ്പിൽ നല്ല ദാസനെന്ന് വിളി കേൾക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കും. ബിക്കോസ് നമ്മൾ ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ആ സ്നേഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി എന്തും ചെയ്യും. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ അനുസരിക്കുക. അത് പ്രയാസമല്ല. ഭാര്യ ഭർത്താക്കന്മാർ ഒത്തിരി സ്നേഹമുള്ളവർ കുറച്ച് കഴിയുമ്പോൾ ഭർത്താവിൻ്റെ ഇഷ്ടം അറിയാം. നമുക്ക് ഇഷ്ടമില്ലാത്ത ഭക്ഷണം അല്ലെങ്കിൽ നമ്മൾ അവർക്ക് ഇഷ്ടമാണെങ്കിൽ ഉണ്ടാക്കി വെച്ച് കൊടുക്കും. അതുപോലെ നമ്മൾ ചില കാര്യങ്ങൾ അവരുടെ ഇഷ്ടമല്ലെങ്കിൽ നമ്മളത് കണ്ടില്ലെന്ന് നടിക്കും. ബിക്കോസ് സ്നേഹം വന്നു കഴിയുമ്പോൾ ഇതെല്ലാം അങ്ങ് മറക്കാനുള്ള കൃത്യം. എന്നാൽ ഇതിനെല്ലാം പ്രാർത്ഥന ആവശ്യമുണ്ട്. പ്രായമായതുകൊണ്ട് ഞങ്ങൾ ഇനി ഡിവോഴ്സ് ആകത്തില്ല എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ തെറ്റാണ്. ഈ കാലം അങ്ങനെയല്ല നിൽക്കുന്നത്. പ്രായമാകുമ്പം കൂടുതൽ പരിശുദ്ധാത്മാവിൽ നിറയണമെന്ന് തന്നെ ദിനം പ്രതി പ്രാർത്ഥിച്ചിട്ട് ദൈവമേ എന്നെ വെളിച്ചമായിട്ട് നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കണം. പവർ സോഴ്സ് റിയലായിട്ടുള്ളത് ക്രിസ്തുവിൻ്റെ പവർ സോഴ്സ് ഹോളി സ്പിരിറ്റിൽ കൂടെയാണ് നമുക്കിപ്പോൾ തരുന്നത്. ആ പ്ലഗ് ഇൻ ചെയ്യാൻ നമ്മൾ മറക്കരുത്. അത് ഫോൺ റീചാർജ് ചെയ്യുന്ന പോലെയാണ്. അത് 24 മണിക്കൂറിനകം റീചാർജ് ചെയ്യുന്ന പിറ്റേ ദിവസം അത് കുത്തിയാൽ അത് വെട്ടം പോലും കാണിക്കൂല. പിന്നെ നമ്മുടെ കാര്യം എന്താ? അപ്പം നമ്മൾ അന്നുള്ള മന്ന കഴിക്കുക, ദൈവത്തിനെ മെഡിറ്റേറ്റ് ചെയ്യുക, ദൈവത്തിൻ്റെ ആത്മാവിൽ നിലനിന്നുകൊണ്ട് മുൻപോട്ട് പോകാൻ പഠിക്കണം. കർത്താവിന് വളരെ നിർബന്ധമാണ് ഈ ദൈവത്തിൻ്റെ ആത്മാവ്. ഈ കർത്താവ് പറയുന്ന സദൃശ്യവാക്യത്തിൽ 4:18, നീതിമാന്മാരുടെ പാതയോ പ്രഭാതത്തിൻ്റെ വെളിച്ചം പോലെ അത് നട്ടുച്ചവരെ അധികമധികമായി ശോഭിക്കുന്നു. The path of the righteous is like the first gleam of dawn, ഷൈനിങ് എവർ ബ്രൈറ്റർ ടിൽ ദ ഫുൾ ഡേ ഓഫ് ലൈറ്റ്. അതായത് നട്ടുച്ചയ്ക്ക് നിൽക്കുന്ന സൂര്യപ്രകാശത്തിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ അവിടെ നിഴലില്ല, അവിടെ വെളിച്ചം മാത്രമേ ഉള്ളൂ.
ദൈവം നിഴലില്ലാത്ത പ്രകാശമാണ് നിൻ്റെ മേലയക്കുന്നത്, എൻ്റെ മേലയക്കുന്നത്. ഈ പ്രകാശത്തിൽ നിന്ന് മാറി, ഇത് കണ്ടവർക്ക്, ഈ വെളിച്ചം കണ്ടവർക്ക് ഇതിൽ നിന്ന് മാറി ജീവിക്കാനൊക്കത്തില്ല. അങ്ങനെ ജീവിച്ചെങ്കിൽ അരിഷ്ട മനുഷ്യനെ നമ്മളെ വിളിക്കേണ്ടിയിരിക്കുന്നത്. അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ ദൈവമേ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഞങ്ങൾക്ക് ഈ പ്രയർ ഗ്രൂപ്പുകളുള്ളവരോട്, ചെറിയ ഗ്രൂപ്പ് എല്ലാവർക്കും വേണം, എല്ലാ സഭകളും ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു. നമ്മുടെ ഈ പേഴ്സണലായിട്ടുള്ള ആവശ്യങ്ങൾ ദൈവത്തോട് നേരിട്ട് പറയാം. പക്ഷേ ഈ വലിയ കൂട്ടായ്മയിലിരിക്കുമ്പോൾ അതൊന്നും പറയാൻ നേരം കിട്ടത്തില്ല. ബിക്കോസ് ദേ ആർ ഡിഫറെൻറ്റ് അജണ്ടയാണ്. പക്ഷേ എന്നും നമുക്ക് ഭാരം വരുമ്പോൾ നമുക്ക് ഈ സമനില നിർത്താൻ, അതായത് ദൈവത്തിൻ്റെ തേജസ് നിൽക്കാൻ ചെറിയ പ്രയർ ഗ്രൂപ്പുകളെല്ലാം 1, 2, 3 കൂടി വന്ന 4 പേരിൽ കൂടുതൽ, അതൊരു സമയം വെച്ചിട്ട് ഒറ്റ സമയം, പർട്ടിക്കുലർ സമയം 7 തൊട്ട് 7:30 വരെ, അല്ലെങ്കിൽ 7 തൊട്ട് 8 വരെ ലെറ്റസ് കോൾ ഈച്ച് അതർ. ഇപ്പോൾ ഈ കോൺഫറൻസ് കോൾ പോലെ വിളിക്കാൻ എളുപ്പമല്ലേ? നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എനിക്ക് എൻ്റെ വീട്ടിൽ ചില ഭാരങ്ങളുണ്ട്, ചെറിയ കാര്യമായിരിക്കാം. ഐ ആം വറീഡ് അബൌട്ട് സർട്ടൻ ഫൈനാൻഷ്യൽ തിങ്സ്, എനിക്ക് കടമുണ്ട്, ഒന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ കടം തരും, കാശ് തരണേ നല്ല ചോദിക്കുന്നത്. വിൽ യു സ്റ്റേ വിത്ത് മീ ആൻഡ് പ്രേ വിത്ത് മീ? അങ്ങനെ സൗദി വെച്ച് ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മുടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഡോക്ടറല്ല, അദ്ദേഹം ഒരു അഡ്മിനിസ്ട്രേറ്ററായിരുന്നു. അദ്ദേഹത്തിന് മാനെന്ന് പറഞ്ഞ മനുഷ്യൻ്റെ കൂടെ സാദിലെ വലിയൊരു ആശുപത്രി അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ശമ്പളമൊക്കെ ഒത്തിരി വരുന്നത്. പക്ഷേ ഇദ്ദേഹം ഒരു ഭ്രാന്തനാണ്. ഈ മാനെന്നയുടെ പേര്, ഭ്രാന്ത് സ്വഭാവമായിക്കുള്ളത്. ഒരു ദിവസം നേടെ മനുഷ്യനെ മറ്റേ ദിവസം പിശാശു പോലെ. അപ്പോൾ ഒരു ദിവസം ഈ അമേരിക്കൻ മനുഷ്യനോട് ഈ മനുഷ്യൻ സംസാരിച്ചുകൊണ്ട് എനിക്കെന്തോ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞ്, ഈ അമേരിക്കനോട് പറഞ്ഞു, ഈ ജനലിൽ കൂടെ എടുത്ത് ചാടിക്കോളാൻ പറഞ്ഞു. ഹി ബേസ്റ്റ് ഔട്ട് ക്രൈം, കരയാൻ തുടങ്ങി. കാരണം ഒരിക്കലും അങ്ങനെ ഒരു എംപ്ലോയിയോട് സംസാരിച്ച്, പ്രത്യേകിച്ച് ഒരു അമേരിക്കൻ ജോലിക്കാരനോട് ഒരു സൗദി അങ്ങനെ പറഞ്ഞ് അങ്ങനെ അനുഭവമില്ല. എടുത്ത് ചാടാൻ പറഞ്ഞു. അദ്ദേഹം ആപ്പാടെ പ്രശ്നമായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ വിളിച്ച് സങ്കടം പറഞ്ഞു, ഇവിടെ എന്നോട് ജനലിൽ നിന്ന് ചാടാൻ പറയുന്നു ഈ മനുഷ്യൻ. അവരാ അമേരിക്കൻ സ്ത്രീയാണ്. ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, ഞങ്ങൾ 4 പേരെ മാത്രം സ്ത്രീ ഉച്ചയ്ക്ക് അത്യാവശ്യമായിട്ട് എൻ്റെ വീട്ടിൽ വരണമെന്നുണ്ട്. നമുക്ക് തോന്നി എന്തോ അത്യാവശ്യം, ഞങ്ങൾ ഓടിച്ചെന്നു. ഞങ്ങൾ 4 പേര് ഈ വിഷയം എടുത്ത് പ്രാർത്ഥിച്ചു. ആ സ്ത്രീ കരയായിരുന്നു, എൻ്റെ ഭർത്താവിനോട് ജനലിൽ നിന്ന് ചാടാൻ പറഞ്ഞെന്ന്. ഞങ്ങൾ പ്രാർത്ഥിച്ചു, ദൈവത്തിൻ്റെ ആത്മാവ് അത് ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചു കൊടുത്തു. പിന്നെ അവിടെ 1 വർഷത്തിൽ കൂടുതൽ അവർ നിന്നില്ല. അവരവിടെ നിന്ന് പിന്നെ കുവൈറ്റിൽ അങ്ങ് പോയി. എന്നാൽ അവർ അമേരിക്കയിലാണ്. വെളിച്ചം, ദൈവ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ ചെറിയ പ്രയർ ഗ്രൂപ്പിൽ കൂടെ നമ്മൾ ആത്മാവ് നിൽക്കുന്നത് നല്ലതാണ്. 2-3 കൂട്ടുകാരെങ്കിലും ആത്മാവുള്ളവർ വേണം, അല്ലാതെ ജീവിക്കാനൊക്കത്തില്ല. വലിയ പ്രയർ ഗ്രൂപ്പിൽ ചെന്നിട്ട് നമ്മുടെ പേഴ്സണലായിട്ടുള്ള ആവശ്യങ്ങളൊന്നും പറയാനൊക്കത്തില്ല. അത് ദൈവം അങ്ങനെ ചെയ്തു തരട്ടെ, വെളിച്ചമായിട്ട് ജീവിക്കാൻ നമുക്ക്. നാഥാ, നിൻ്റെ മുമ്പിലേക്ക് ഞങ്ങളുടെ ഓരോ വലിയ പ്രയാസങ്ങൾ വരുമ്പോൾ എവിടോട്ട് എങ്ങോട്ട് തിരിയണം എന്നറിയുമ്പോൾ ആളുകൾ എന്നൊന്നും അറിയാൻ വയ്യാത്ത ഒരാളെ വിളിച്ച് ചോദിക്കാൻ ഒക്കുവോ അപ്പച്ച? എന്നാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ആത്മാവിനോട് ചേരുന്ന നീ നിയോഗിച്ചയച്ച ആളുകളുണ്ട്, 1-2 പേര് വിശ്വസ്തരായിട്ടുള്ളവർ. അങ്ങനെ നീ തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ആവശ്യങ്ങളുടെ മുമ്പിൽ 2 അതിൽ കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ ചിലപ്പോൾ ഞങ്ങളുടെ ഇമോഷൻസിൽ ഞങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയാത്തപ്പം ഞങ്ങൾക്ക് വേണ്ടി ഒരാൾ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ, അതല്ല ഇത് നമുക്ക് വചനാടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കാം, അല്ല ദൈവത്തോട് ഇത് കൊണ്ടു കൊടുക്കാം എന്ന് പറയാൻ ഒരാളുണ്ടെങ്കിൽ എത്ര നല്ലതാ പക്ഷേ. അങ്ങനെ ഒന്നുകിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ബന്ധം, അപ്പനും മക്കളുമായിട്ടുള്ള ബന്ധം, അല്ലെങ്കിൽ നല്ല കൂട്ടുകാർ, നമ്മൾ പറയുന്നത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് അത് സന്തോഷിക്കുന്നവരല്ല, പിന്നെയോ അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ടുവച്ചിട്ട് അത് പരിഹരിച്ചു കൊടുക്കാൻ കഴിവുള്ള കൂട്ടുകാരെ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുമ്പോൾ ആർക്കും കൂട്ടുകാരില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് തന്നെ കൂട്ടായിട്ട് ചെന്നിരിക്കണം. അതാണ് ഏറ്റവും ഉത്തമം. പലപ്പോഴും അതൊക്കത്തില്ല. കർത്താവേ, നീ കൂട്ടായ്മ കൂടണമെന്ന് പറയുന്നുണ്ടല്ലോ. അതാ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുക. പ്രകാശത്തിൽ ജീവിക്കുന്ന മക്കളുമായിട്ട് ബന്ധം ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കൾക്കും തരണമേ. ഞങ്ങളുടെ തലമുറകൾ അങ്ങനെയുള്ള വെളിച്ചം അല്ലാത്തടത്താണെങ്കിൽ നീ അവരെ മാറ്റണമേ. ആ വെളിച്ചങ്ങൾ അടഞ്ഞു പോട്ടെ പിച്ച, അത് ഇരുട്ടിൻ്റെ അല്ലേ പിച്ച, അത് മാറട്ടെ. ഈ ഭൂമിയിൽ കാണുന്ന ജഡീക പ്രകാശത്തിലല്ല, ആത്മീക പ്രകാശത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിച്ചാട്ടെ. നീ ആകുന്ന വെളിച്ചത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ മാടി വിളിക്കുന്നതിന് നന്ദി പറയുന്നു. ഇങ്ങനെ ഒരു വെളിച്ചമാണ് നീ എന്ന് പഠിപ്പിച്ചതിന് സ്തോത്രം. നിൻ്റെ വെളിച്ചത്തിനകത്ത് നിഴലില്ല, ഇരുട്ടില്ല. അതാ ഞങ്ങളെ പഠിപ്പിച്ചതിന് സ്തോത്രം. നിൻ്റെ ആത്മാവ് ഞങ്ങൾക്ക് പകർന്നു കൊടുക്കാനുള്ള കൃപ കൂടെ തന്നാട്ടെ. നക്ഷത്രങ്ങളെപ്പോലെ, ജ്യോതിസുകളെപ്പോലെ ജീവിപ്പാൻ ഞങ്ങളെ അനുവദിച്ചാട്ടെ. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ, ആമേൻ.